പണ്ടൊരിക്കൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നല്ലൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗുരുവായൂരപ്പ ഭക്തനും കൂടിയായിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. നല്ല മഞ്ഞ പട്ടുടുത്ത് മയിൽപ്പീലിയൊക്കെ വെച്ച് അതിമനോഹരമായ ഒരു ബാലൻ ഓടക്കുഴലൊക്കെ പിടിച്ച് വന്നിട്ട് പറയുകയാണ്, എനിക്ക് കുറച്ച് പച്ചപ്പയർ കൊടുത്തയക്കണേ ഉപ്പേരി വയ്ക്കാൻ, നിനക്ക് നന്മകൾ വരും പറയാണ്. ഈ സ്വപ്നം കണ്ട് എണീറ്റ് അദ്ദേഹത്തിന് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അതിരാവിലെ തന്നെ കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് കുറച്ച് നല്ല പച്ച പയറുകൾ പറിച്ചെടുത്ത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെത്തി. അന്ന് സാധാരണ താഴ്ന്ന ജാതിക്കാർക്ക് മഞ്ചുളയാൽ വരെ മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ക്ഷേത്ര അധികാരികളെ വിളിച്ചിരുത്തി, എനിക്കിങ്ങനൊരു സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പയർ ഏൽപ്പിക്കണം. പക്ഷെ അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അവർ അശ്രദ്ധയോടെ തന്നെയാണ് അവരത് വാങ്ങിയത്. അശ്രദ്ധയോടെ തന്നെയാണ് അവരത് ഉപ്പേരി വെച്ചത്. അത് കരിഞ്ഞു പോയി. അങ്ങനെ തന്നെ അത് ഭഗവാൻ അവർ നിവേദിക്കുകയും ചെയ്തു. അടുത്ത ദിവസം വീണ്ടും ഭഗവാൻ അദ്ദേഹത്തിന്, ഈ കൃഷിക്കാരന് സ്വപ്ന ദർശനം കൊടുക്കുകയാണ്. അല്ലയോ ഭക്ത, നീ ഇന്നലെ കൊണ്ടുവന്ന പയർ അവരെ അശ്രദ്ധയോടെ പാകം ചെയ്തത് കാരണം കരിഞ്ഞു പോയി. അതിൽ എനിക്ക് കുറച്ച് പയറും കൂടി, നല്ല പയറും കൂടി കൊണ്ടുവരണം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അതീവ സന്തുഷ്ടനായി. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ കുളിച്ച് നല്ല പയറൊക്കെ പറിച്ചെടുത്ത് അദ്ദേഹം വീണ്ടും ഗുരുവായൂരെത്തി. എന്നിട്ട് ഈ പയർ ക്ഷേത്ര അധികാരികളെ ഏൽപ്പിച്ചിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്, ഇത് അശ്രദ്ധയോടെ പാകം ചെയ്യാതെ നന്നായി പാകം ചെയ്ത് ഭഗവാന് കൊടുക്കണേ പറയുകയാണ്. അപ്പോൾ ഈ സംഭവം കേട്ടപ്പോൾ അവർക്ക് തന്നെ ആകെ അത്ഭുതം, എങ്ങനെയാണ് ഇപ്പോൾ ഈ പയർ കരിഞ്ഞു പോയത്, ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്ന്. അപ്പോൾ അദ്ദേഹം പറയണേക്ക്, എനിക്കിങ്ങനെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോഴാണ് അവർക്ക് ആ കൃഷിക്കാരൻ്റെ മഹത്വം മനസ്സിലായത്. അപ്പോൾ അവർക്ക്, അതായത് ഭഗവാൻ അയാളെ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർക്ക് ക്ഷേത്രത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അത്ഭുത ലീലകളോർത്ത് അവരെല്ലാവരും വിസ്മയിച്ചു. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കുക. നമ്മളെ ഭൗതിക സുഖങ്ങൾ നേടിത്തരാനുള്ള ഒരാളായിട്ട് ഭഗവാനെ കാണരുത്. നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് എന്നുള്ള ഭാവത്തോടെ വഴിപാടുകൾ കൊടുക്കരുത്. നമ്മുടെ അടുത്തുള്ളത് നമ്മൾ കൊടുക്കുക. അല്ലാണ്ട് നമ്മൾക്ക് ഇന്നത് ചെയ്തു തന്നാൽ ഞാനത് തിരിച്ച് അത് തരാമെന്നുള്ള ഭാവത്തോടല്ല. ഭഗവാന് ഒന്നിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഈ മായയുടെ ഒക്കെ പുറത്താണ്. നമ്മളാണ് ഈ മായാലോകത്തിൽ കടന്നിട്ട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക.